നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ പിണറായി വിജയന്റെ ഗതികേടിനേക്കാൾ പരിതാപകരമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടേത്. ജനങ്ങളും പാർട്ടിക്കാരും എടുത്തിട്ട് തട്ടുന്നു. മമത വീടിന് പുറത്തേക്കേ ഇറങ്ങുന്നില്ല. മമത ഭയക്കുന്നത് സുവേന്ദുവിനെയല്ല, കേന്ദ്ര സർക്കാരിനെയാണ്. അമിത്ഷായുമായി കട്ടപ്പോരിലായിരുന്നു മമതാ ബാനർജി. തന്നെ വിലങ്ങ് വെപ്പിക്കാൻ അമിത്ഷാ കളിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. സുവേന്ദു അധികാരിയുടെ മേശപ്പുറത്ത് മമതയുടെ അഴിമതി കേസുകളുടെ ഫയലുകൾ എത്തിയിട്ടുണ്ട്. ബംഗാൾ വടിച്ചു നക്കി കീശയിലാക്കിയ തൃണമൂൽ നേതാക്കൾ സംസ്ഥാനം വിടുന്ന തിരക്കിലാണ്. അവരും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയക്കുന്നു. മമതയെയും മരുമകൻ അഭിഷേക് ബാനർജിയെയും തീഹാറിൽ കിടത്തുമെന്ന് ബംഗാൾ BJPയുടെ പ്രഖ്യാപനം. വിറച്ചു തുടങ്ങിയിരിക്കുകയാണ് മമതാ ബാനർജി. വീട്ടിൽ കയറി കുറ്റിയിട്ട് എത്ര നാൾ ഇരിക്കാനാകും? നിരവധി അഴിമതി ആരോപണങ്ങൾ ദീദിക്ക് നേരെയുണ്ട്. മമതയെ അടിയോടെ വീഴ്ത്താൻ സുവേന്ദുവിനറിയാം. കാരണം ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു മമതയുടെ സകല ഉഡായ്പും തട്ടിപ്പുകളും അറിയാവുന്ന ആളാണ്. ബംഗാളിൽ കൃത്യമായ രാഷ്ട്രീയമാണ് അമിത്ഷാ പയറ്റിയത്. മമതയെ വീഴ്ത്താൻ സുവേന്ദുവിനേക്കാൾ പണി അറിയാവുന്നവൻ വേറെ ഇല്ല എന്ന് അമിത്ഷായ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാളെ മുന്നിൽ നിർത്തി കളിച്ചതും ഒടുക്കം മുഖ്യമന്ത്രി കസേര സുവേന്ദുവിന് തന്നെ കൊടുത്തതും. മമതയ്ക്ക് വരും ദിവസങ്ങൾ നിർണായകമാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർന്ന വലിയ അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. 2021 വൻ വിജയം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും BJPയുടെ മുന്നേറ്റത്തിൽ 100 സീറ്റിൽ താഴെ ഒതുങ്ങുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. മമത ഏറ്റവും ഭയക്കുന്നത് ഭരണം കിട്ടിയ BJP തന്നെ തുറുങ്കിലടയ്ക്കുമെന്നാണ്. ബംഗാളിലെ തൃണമൂൽ ഭരണത്തിൽ വ്യാപക അഴിമതിയും ഭരണവിരുദ്ധ വികാരവുമാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്. മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന അഴിമതി ആരോപണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അധ്യാപക നിയമന കുംഭകോണം. സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരെയും അനധ്യാപകരെയും നിയമിക്കുന്നതിൽ നടന്ന വൻ അഴിമതിയാണിത്. ഈ കേസിൽ മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജി അറസ്റ്റിലാകുകയും കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ സഹായിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. റേഷൻ അഴിമതി. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യേണ്ട ധാന്യങ്ങൾ മറിച്ചുവിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണമാണിത്. മുൻമന്ത്രി ജ്യോതിപ്രിയ മല്ലിക് ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ശാരദ റോസ് വാലി ചിട്ടി ഫണ്ട് തട്ടിപ്പുകൾ. സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത ചിട്ടി ഫണ്ട് കമ്പനികളുമായി തൃണമൂൽ നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മണൽ കൽക്കരി കടത്ത് കേസുകൾ. സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി മണലും കൽക്കരിയും കടത്തുന്ന മാഫിയകളുമായി ഭരണകക്ഷി നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് ആരോപിച്ചിരുന്നു. മുനിസിപ്പാലിറ്റി നിയമന അഴിമതി. വിവിധ നഗരസഭകളിലെ നിയമനങ്ങളിൽ ക്രമക്കേട് നടന്നതായി ED കണ്ടെത്തുകയും അതിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടം വലം തിരിയാനാകാതെ ഊരാക്കുടുക്കിലേക്ക് മമതാ ബാനർജി വീണിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ പൊക്കിയാൽ ചാകുന്ന കാലം വരെ അകത്ത് കിടക്കാൻ വഴിയൊരുങ്ങും. അതറിയാവുന്നത് കൊണ്ട് തന്നെ മമത ഭയക്കുന്നതും. ബംഗാൾ രാഷ്ട്രീയത്തിൽ 1.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഏകഛത്രാധിപത്യത്തിന് പൂർണ്ണ അന്ത്യം. ജനം കൈവിട്ടു. പിന്നാലെ പാർട്ടിയിലും മൂക്കും കുത്തി വീണിരിക്കുകയാണ് മമത. സംസ്ഥാനത്തുടനീളമുള്ള TMC ഓഫീസുകളിൽ നിശബ്ദതയും അവിശ്വാസവും നിഴലിക്കുന്നു. കഴിഞ്ഞ 28 വർഷമായി മമതാ ബാനർജി കെട്ടിപ്പടുത്ത രാഷ്ട്രീയ തന്ത്രം ഇനി എത്ര കാലം നിലനിൽക്കും എന്ന ചോദ്യമാണ് പാർട്ടിയിലും അണികൾക്കിടയിലും ഉയരുന്നത്. വെറുമൊരു തെരഞ്ഞെടുപ്പ് തോൽവി എന്നതിലുപരി പാർട്ടിയുടെ ഘടനയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ആഴത്തിലുള്ള വിള്ളലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസംതൃപ്തി പരസ്യമായി വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. മുതിർന്ന നേതാവ് അസിത് മജുംദാർ മമതയുടെ നേതൃത്വത്തെയും ധിക്കാരത്തെയും അഹങ്കാരത്തെയും രൂക്ഷമായി വിമർശിക്കുന്നു. വിഭാഗീയത വികസന പ്രവർത്തനങ്ങളെ തളർത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പാർട്ടി MP ആയ കല്യാൺ ബാനർജി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരായ ഐപാക്കിനും സംഘടനയ്ക്കുള്ളിലെ അട്ടിമറിക്കുമെതിരെയാണ് രംഗത്ത് വന്നത്. TMCയെ പരാജയപ്പെടുത്തിയത് TMC തന്നെയാണ്. ഐപാക്കിന്റെ മാനേജ്മെന്റ് രീതികളും സ്ഥാനാർത്ഥി നിർണയവും പാളിയതാണ് തിരിച്ചടി ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. മമതാ ബാനർജി എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന TMCയുടെ രാഷ്ട്രീയ മാതൃക ഇപ്പോൾ വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അധികാരം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളലുകൾ വീഴുന്നത് സ്വാഭാവികമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരം,
നിയമന കുംഭകോണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, തദ്ദേശ ഭരണതലത്തിലെ വിഭാഗീയത എന്നിവ മമതയുടെ വ്യക്തിപ്രഭാവത്തെ പോലും നിഷ്പ്രഭമാക്കി. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന സംഘടനാ രീതിയോടുള്ള എതിർപ്പും ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. താഴെത്തട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പരിഗണിക്കാതെ ഐപാക്കിനെ വിശ്വസിച്ച് നടത്തിയ മാറ്റങ്ങൾ തിരിച്ചടിയായ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പക്ഷം. BJPയെ നേരിടാൻ പ്രതിപക്ഷങ്ങൾ ഒരുമിക്കണം എന്നാവശ്യപ്പെട്ട് മമത രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ സഖ്യങ്ങൾ പക്ഷേ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പ്രതീക്ഷയും ഇപ്പോൾ മങ്ങി. കോൺഗ്രസും ഇടതു പാർട്ടികളും മമതയുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞു. BJPയാണ് തങ്ങളുടെ മുഖ്യ ശത്രുവെന്നും അവർക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളും NGOകളും തീവ്ര ഇടതുപക്ഷങ്ങളും ഒന്നിക്കണമെന്നും മമതാ ബാനർജി ആഹ്വാനം ചെയ്തത്. എന്നാൽ അഴിമതിക്കാരും ക്രിമിനലുകളുമായി യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വ്യക്തമാക്കി. തന്റെ ഭരണകാലത്ത് ജനാധിപത്യത്തെ അപകടത്തിലാക്കിയ മമതയുമായി സഖ്യത്തിനില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി സ്വപൻ ബാനർജിയും പറഞ്ഞു. മുൻപ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മമത ഇപ്പോൾ സഹായം അഭ്യർത്ഥിക്കുന്നത് വിശ്വസിക്കാനാകില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് വക്താവ് സൗമ്യ ഐച്ച് റോയ് പ്രതികരിച്ചത്. 2016 സഖ്യത്തെ മമത അധിക്ഷേപിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തോറ്റപ്പോഴാണ് മമതയ്ക്ക് പ്രതിപക്ഷങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത് എന്ന പരിഹാസമായിരുന്നു ഇവരെല്ലാം ഉയർത്തിയത്. അങ്ങനെ പ്രതിപക്ഷങ്ങളെ ചേർത്ത് ഒരു സഖ്യമുണ്ടാക്കാം എന്നുള്ള മമതയുടെ കണക്കുകൂട്ടലും പിഴച്ചു. ഇന്ദിരാഗാന്ധിയെ പടുകുഴിയിലേക്കും പിന്നീട് വിവാദങ്ങളിലേക്കും തള്ളിയിട്ടത് മകൻ സഞ്ജയ് ഗാന്ധി ആയിരുന്നല്ലോ. അതിന് സമാനമാണ് മമതയുടെ അവസ്ഥ. പക്ഷെ ഇവിടെ മരുമകനാണ് വില്ലനായത്. പരുത്തി വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന, ഹവായി ചെരുപ്പിട്ട് നടക്കുന്ന ദീദി. മമതാ ബാനർജിയുടെ ലളിതമായ വസ്ത്രധാരണ രീതി ഒരു കാലത്ത് അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ കൂടി അടയാളമായിരുന്നു. തനതായ ബംഗാളി ശൈലിയിലുള്ള വെള്ള നിറത്തിലുള്ള ഹാൻഡ്ലൂം പരുത്തി സാരികളും വീതി കുറഞ്ഞ ബോർഡറുള്ള ലളിതമായ സാരികളുമാണ് മമത ധരിക്കാറുള്ളത്. മുഖ്യമന്ത്രിയായ ശേഷവും ഈ ശൈലിയിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല. ഹവായി ചപ്പലുകളാണ് അവർ ഏറെയും ഉപയോഗിക്കുന്നത്. വില കൂടിയ ഷൂസുകളോ മറ്റ് പാദരക്ഷകളോ അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ദീർഘദൂര പദയാത്രകളിൽ പോലും ഈ സാധാരണ റബ്ബർ ചെരുപ്പുകൾ ധരിച്ചാണ് അവർ നടക്കാറുള്ളത്. സാധാരണക്കാരുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ഇത്. റബ്ബർ ചെരുപ്പും ധരിച്ച് വലിയ ദൂരം വേഗത്തിൽ നടക്കാനുള്ള മമതയുടെ കഴിവിനെ കുറിച്ച് പോലും ബംഗാളി മാധ്യമങ്ങളിൽ വാർത്തകൾ നിരന്നിരുന്നു. 3 പതിറ്റാണ്ട് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനിടയിൽ വിറച്ചു കഴിഞ്ഞിരുന്ന ബംഗാൾ ജനതയുടെ ഹൃദയം കീഴടക്കാൻ മമതയ്ക്ക് കഴിഞ്ഞ പ്രധാന കാരണവും അവരുടെ ലളിതമായ ജീവിത ശൈലിയായിരുന്നു. പക്ഷെ ഇതെല്ലാം വെറും പൊള്ളയായ പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നുവെന്ന് ബംഗാളികൾ തന്നെ തിരിച്ചറിഞ്ഞു. പാവങ്ങളുടെ കീശയിൽ വരെ കൈയിട്ട് പിരിവെടുത്തവനാണ് മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജി. തോറ്റതോടെ മമതയ്ക്കൊപ്പം മരുമകന്റെ ചിത്രവും ബംഗാളിൽ നിന്ന് കത്തുകയാണ്. ഇനി അയാൾ അകത്താകുമോ അതോ അയാൾ നാട് വിടുമോ എന്നതാണ് ചോദ്യം. കാരണം വലിയ ഒരു അഴിമതിയുടെ കൂടാരമാണ് അഭിഷേക് ബാനർജി. അഭിഷേകിനെ തോലാബാജ് ഭൈപ്പോ, അതായത് കൊള്ളയടിക്കുന്ന മരുമകൻ എന്നായിരുന്നു മോദിയും അമിത്ഷായും വിശേഷിപ്പിച്ചത്. കാലിക്കടത്ത്, കൽക്കരിക്കടത്ത് തൊട്ട് അയാൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ബംഗാളിൽ ഇല്ല എന്നായി. കള്ളപ്പണം വെളുപ്പിക്കൽ, ഈ കേസിൽ നേരത്തെ അഭിഷേക് ബാനർജിയെയും ഭാര്യയെയും ED ചോദ്യം ചെയ്തിരുന്നു. ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിന്റെ കൽക്കരി പാടങ്ങളിൽ നിന്ന് അനധികൃത ഖനനവും കൽക്കരി മോഷണവും ആരോപിച്ചായിരുന്നു കേസ്. ബംഗാൾ ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് കൽക്കരി മാഫിയ സ്ഥിരമായി പണം നൽകിയിരുന്നതായി ആരോപണമുണ്ടായിരുന്നു. അതുപോലെ ബംഗാളിലെ മറ്റൊരു പ്രശ്നമാണ് അതിർത്തിയിലൂടെയുള്ള ബംഗ്ലാദേശിലേക്കുള്ള കാലിക്കടത്ത്. തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾ ഇതിലൂടെ വൻ തുകയാണ് ഉണ്ടാക്കുന്നത്. ഈ സിൻഡിക്കേറ്റിന്റെയും നിയന്ത്രണം അഭിഷേക് ബാനർജിയുടെ കൈകളിലായിരുന്നു. നേരത്തെ ഭൂമി കയ്യേറ്റ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യവസായി രാജ് കിഷോറിൽ നിന്ന് അഭിഷേക് ബാനർജി 1.15 കോടി രൂപ സ്വീകരിച്ചതും വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കെ മമതാ ബാനർജിയാണ് രാജ് കിഷോറിനെതിരെ ഭൂമി കയ്യേറ്റ കേസിൽ നടപടി ആവശ്യപ്പെട്ടിരുന്നത്. അധികാരത്തിലെത്തിയ ശേഷം രാജ് കിഷോറിനെ സഹായിക്കുന്ന നിലപാടാണ് മമത കൈക്കൊണ്ടത്. CPM സർക്കാർ നൽകിയ അനുമതി റദ്ദാക്കാൻ മമത തയ്യാറായില്ല. അഭിഷേകിന്റെ L&B കമ്പനിക്ക് രാജ് കിഷോറിന്റെ സ്ഥാപനം തുക നൽകിയതിന്റെ രേഖകളും പുറത്തുവന്നു. കമ്പനി ഡയറക്ടറായ അഭിഷേക് വിലാസമായി നൽകിയത് മുഖ്യമന്ത്രിയുടെ വിലാസമായിരുന്നു. അതായത് അന്നത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയുടെ വിലാസമായിരുന്നു. ഇതിന് സമാനമായിരുന്നല്ലോ വീണ വിജയൻ AKG സെന്ററിന്റെ വിലാസം അവരുടെ IT കമ്പനിക്ക് നൽകിയത്. അതും പിന്നീട് പിണറായിക്ക് 8ന്റെ പണിയാണല്ലോ കൊടുത്തത്. ഇവിടെയും സമാനമാണ് മമതയുടെയും അവസ്ഥ.
അധ്യാപക നിയമന അഴിമതി കേസിലും അഭിഷേക് ബാനർജി പ്രതിയായി. പ്രൈമറി അധ്യാപകരെ മെറിറ്റ് നോക്കാതെ കാശ് വാങ്ങി നിയമിച്ചു എന്നായിരുന്നു ആരോപണം. അഭിഷേക് ബാനർജിയുടെ അടുത്ത അനുയായിയും കൊൽക്കത്തയിലെ വ്യവസായിയുമായ സുജോയ് കൃഷ്ണ ഭദ്രയ്ക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് കുന്തൽ ഘോഷ്. പ്രൈമറി അധ്യാപക തസ്തികയിലേക്ക് നിയമവിരുദ്ധ നിയമനം നടത്തുന്നതിന് ഈ കുന്തൽ ഘോഷ് കൈക്കൂലി വാങ്ങി സുജോയ് കൃഷ്ണയ്ക്ക് നൽകി എന്നാണ് ആരോപണം ഉയർന്നത്. അന്ന് തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന അഭിഷേക് ബാനർജിയുടെ സാമ്പത്തിക സംബന്ധമായ കാര്യങ്ങൾ ചെയ്തിരുന്നത് സുജയ് കൃഷ്ണ ഭദ്രയാണെന്ന് ED കുറ്റപത്രത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. കൂടാതെ അഭിഷേക് ബാനർജിയുടെ സന്ദേശം കൈമാറുന്നതിനായി സുജയ് കൃഷ്ണ ഭദ്ര പശ്ചിമ ബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മണിക് ഭട്ടാചാര്യയുടെ ഓഫീസ് സന്ദർശിക്കാറുണ്ടെന്നും ED ആരോപിച്ചിരുന്നു. അഭിഷേക് ബാനർജിയുടെ ലീബ്സ് ആൻഡ് ബൗൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഫീസിലും ഈ കേസിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ സുജയ് കൃഷ്ണ ഭദ്ര സ്ഥാപിച്ച ലീബ്സ് ആൻഡ് ബൗൺസ് കമ്പനിയും SD കൺസൾട്ടൻസി എന്ന സ്വകാര്യ കമ്പനിയും തമ്മിൽ 9.5 ലക്ഷം രൂപയുടെ സംശയാസ്പദമായ 3 സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. പിന്നീട് എല്ലാ കാലത്തും മമതാ ബാനർജിയെ വേട്ടയാടുന്ന ശാരദ ചിട്ടി തട്ടിപ്പും റോസ്വാലി ചിട്ടി തട്ടിപ്പുമാണ്. അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറിയ മമതാ ബാനർജി അഴിമതിക്ക് കൂട്ടുപിടിക്കുന്നതാണ് പിന്നീട് എല്ലാവരും കണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 46,000 കോടി തട്ടി 1481 പേരെ ആത്മഹത്യ ചെയ്യിപ്പിച്ച ശാരദ ചിട്ടി വിവാദം. 3 സംസ്ഥാനങ്ങളിലെ 18,000 കുടുംബങ്ങൾ ഈ ചിട്ടി തട്ടിപ്പിൽപ്പെട്ട് വഴിയാധാരമായി. പലരും നാടുവിട്ടു. ഈ തട്ടിപ്പ് തൃണമൂൽ നേതാക്കളുടെ ഒത്താശയോടെയാണ് നടന്നത്. ശാരദ ചിട്ടിയുടെ ബ്രാൻഡ് അംബാസിഡറെ പോലെയാണ് മമത പ്രവർത്തിച്ചത്. 2013 ശാരദ ചിട്ടി ഫണ്ട് പൊട്ടി. നിക്ഷേപകർ പരാതി പ്രളയവുമായി നെട്ടോട്ടമോടി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മമത അനങ്ങിയില്ല. ഒടുവിൽ നിക്ഷേപകർ കോടതിയിൽ പോയി. 2014 ജനുവരിയിൽ UPA സർക്കാരിന്റെ ശുപാർശയിൽ ഈ തട്ടിപ്പ് അന്വേഷിക്കാൻ സുപ്രീം കോടതി CBIയെ ചുമതലപ്പെടുത്തി. ഈ കേസിലെ പ്രതികളെ രക്ഷിച്ചത് അഭിഷേക് ബാനർജിയുടെ ഗ്രൂപ്പായിരുന്നു. ശാരദയ്ക്ക് പിന്നാലെ തൃണമൂലിന്റെ സ്പോൺസർഷിപ്പിൽ റോസ് വാലി ചിട്ടി തട്ടിപ്പും സമാനമായി നടന്നു. തൃണമൂൽ നേതാക്കളുടെ കാശിനോടുള്ള ആക്രാന്തം വ്യക്തമാക്കുന്നതായിരുന്നു മലയാളിയായ മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലിന്റെ നേതൃത്വത്തിൽ നടന്ന നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു നാരദ ഒളിക്യാമറ ഓപ്പറേഷൻ വിവാദം കത്തുന്നത്. ഒരു വ്യാജ കമ്പനിക്ക് സഹായം ചോദിച്ചെത്തിയപ്പോൾ തൃണമൂൽ നേതാക്കൾ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ടേപ്പ് പുറത്തായത് ജനത്തെ ഞെട്ടിച്ചു. ഇതിന് പിന്നാലെ കേസുമുണ്ടായി. ഈ കേസുകളിലെല്ലാം പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള ചുമതലയും അഭിഷേകിനായിരുന്നു. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ അഭിഷേക് ബാനർജി ഇല്ലാത്ത തട്ടിപ്പ് കേസുകൾ ബംഗാളിൽ ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു. കൃത്യമായി കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് 2 പേരെയാണ്, മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും. ഇരുവരെയും തൂക്കി അകത്തിടാനുള്ള എല്ലാ നീക്കവും ഇപ്പോൾ അണിയറയിൽ ശക്തമാണ്. ബംഗാളിലെ ഭരണകൂടത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കപ്പെട്ട മമതാ ബാനർജി ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ പോലും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ജയിലിലേക്ക് പോകാൻ അധികം സമയം വേണ്ടി വരില്ല. ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ആ നീക്കത്തിലേക്ക് കടക്കും. കാരണം ബംഗാളിൽ മമതാ ബാനർജി നിൽക്കുന്നത് ഒരു ആശങ്ക തന്നെയാണ് BJPക്ക്. കാരണം അവർ വീണ്ടും ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി അധികാരത്തിലേറുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മമതയെ വാനിഷ് ചെയ്യുക എന്നുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ മമതയെ തീർക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും സുവേന്ദു അധികാരിക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.